മനുഷ്യന്റെ വൈജ്ഞാനികമായ യാത്രയാണ്. ചരിത്ര പുരുഷന്മാരല്ല ഇവർ എന്ന് സൂചിപ്പിച്ചതാണ്. അതിന് നിരവധി തെളിവുകളും നമ്മൾ സമർപ്പിച്ചതാണ്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആദമ് തലക്കാ റബ്ബിഹി കലിമാത്തിൽ, ആദം കലിമാത്തുകൾ ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സൂചിപ്പിച്ചതാണ് അല്ലെ. ഇബ്രാഹിം എന്ത് ചെയ്യുന്നു? അത്തമ്മഹുന്ന വൈദബത്തല ഇബ്രാഹിമ റബ്ബുഹു ബി കലിമാത്തിൻ അത്തമ്മഹുന്ന. ഇബ്രാഹിം അത് പൂർത്തിയാക്കും. ഈസയിൽ എത്തുമ്പോഴത്തേന് ഈസ അള്ളാഹുവിന്റെ കലിമത്താണ്. ബഷറും സെവിയ എന്ന് പറഞ്ഞാൽ എൽമുൽ കമാൽ, കാമിലായ എൽമ് പൂർത്തിയാകുന്ന ഒരു ബഷറായി മാറുന്നത്, റൂഹുൽ ഖുദ്സ് കൊണ്ട് പരിശുദ്ധപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ മുഖറബാക്കുന്നത്, അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ആർക്കാണ്? ഈസക്കാണ്. അള്ളാഹുവിന്റെ കലിമത്താണ്. കുറച്ച് ആയത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. റൂഹു മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. ഒമിനൽ മുഖറബിൽ, അള്ളാഹുവിലേക്ക് കരീബായ ആളാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി കരീബ്, അള്ളാഹുവിന്റെ മുഖറബായി കരീബായി നിൽക്കുന്ന ആളാണ് ഈസ. വറഫഅനാഹു, ഞാൻ ഉയർത്തിയതുമാണ്. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ മറിയമിനോട് പറഞ്ഞു, ബഷറൻ സെവിയാണ് തരാൻ പോണത്. സമ്പൂർണനായ എല്ലാ അറിവുകളും സെവിയായി പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരു മനുഷ്യനെയാണ് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു അറിവാണ് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നത്. അതിന് കുറച്ച് മഹാല് സഹിക്കണം, കുറച്ച് വേദന സഹിക്കണം. പെട്ടെന്ന് കിട്ടൂല. അത് തലച്ചോറിന്റെ പ്രവർത്തനം ഉണ്ട് എന്നുള്ളത് തന്നെയാണത്. അത് ശാസ്ത്രീയമായിട്ടൊന്നും ഞാൻ വിശദീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളിലെ നെഗറ്റീവ്, അതായത് ദുഷിച്ച ചിന്തകൾ ഒരു മനുഷ്യനെ സ്വാധീനം ചെലുത്തുമ്പോൾ അവന്റെ ക്രയവിക്രയങ്ങൾ, ആ ദുഷിച്ച പ്രവണതകൾ പുറത്ത് പ്രവർത്തനങ്ങളായി വരുമ്പോൾ, ആ പ്രവർത്തനങ്ങൾ പുറത്ത് നിർവഹിക്കാൻ അവന് കഴിയാതെ വരുമ്പോൾ അവന്റെ ഉള്ളിലെ തന്നെ സെല്ലുകളിൽ ഇത് പ്രയോഗിക്കാൻ തുടങ്ങും. അവന്റെ ഉള്ളിൽ തന്നെ. ഇപ്പൊ പക എന്നുള്ളത് മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവന്റെ ഉള്ളിലെ സെല്ലുകളെ തന്നെ ഇവൻ കൊന്നുകൊണ്ടിരിക്കും. കാരണം ഈ പ്രവർത്തനം പുറത്ത് നിർവഹിക്കാൻ കഴിയുന്നില്ല അവന്. ആ രൂപത്തിൽ ഇവൻ തെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മൂസക്ക് മഹബത്തിട്ടത്, റഹ്മത്തിട്ടത്, ഇൽമിട്ടത്. അത് വെറുതെ ഇട്ടതല്ല. എന്നിട്ടാണ് അറിവ് കൊടുക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹുവിന്റെ അറിവ് കൊടുക്കാൻ വിളിക്കുന്നത്. അപ്പോൾ ഇൽമ്, മഹബത്ത്, അഖ്ലാഖ് ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനിലെ നല്ല അറിവുകൾ അവനിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ സൂചന. ഇത് ഖുർആനികമായ തെളിവാണത്. ഇപ്പൊ ഞാൻ കൊലയാളിയായ ഒരു മനുഷ്യനാണെങ്കിൽ, ഇത് രൂപപ്പെടുത്തി ഇത് പരിശീലിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണെങ്കിൽ, പുറമേ എന്റെ ഈ പ്രവൃത്തി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്നിൽ തന്നെ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവനിലെ തന്നെ സെല്ലുകളിൽ ഈ പ്രവർത്തനം പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളത് ആധുനിക സയൻസാണ്. സയൻസ് ഒന്നും പറയാൻ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഖുർആൻ പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിലേക്കുള്ള ഒരു സൂചനയാണ് നവാസ് സൂചിപ്പിച്ചത്. അതൊരു വലിയ അറിവാണ്. തലച്ചോറിൽ 2 ഭാഗങ്ങളുണ്ട്. അതിന്റെ കോൺഷ്യസ് ആയ മൈൻഡ് പ്രവർത്തിക്കുന്നത് ഏകദേശം 30%. ബാക്കി അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അത് റൈറ്റ് സൈഡിലാണ്. അതാണ് സൂറുൽ ഐമൻ, യമീനിൽ നിന്നാണ് ഈ അറിവിന്റെ തസവ്വുർ, പുരോഗതി വരുന്നത്. അതാണ് വഖദ് ഖലഖക്കും അത്വാറ എന്ന് ഖുർആൻ പറഞ്ഞത്. നിങ്ങളെ പടിപടിയായി, വൈജ്ഞാനികമായി പടിപടിയായി ഉയർത്തിക്കൊണ്ടാണ് മനുഷ്യ നിന്നെ ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. ഇത് ഇവന്റെ വൈജ്ഞാനികമായ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്.